ദേശീയപാത നിർമ്മാണത്തിലെ വിവാദങ്ങൾക്കിടെ ഡൽഹിയിൽ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർണായക കൂടിക്കാഴ്ച. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസും ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി KV തോമസും കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ദേശീയപാത നിർമ്മാണം സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്ന് കേരളം ആവശ്യപ്പെടും. നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ കർക്കശ സമീപനവും മേലിൽ അത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഇടപെടലിനെ കുറിച്ചും തീർച്ചയായിട്ടും ചർച്ച ചെയ്യും. അതുപോലെ തന്നെ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ സാധ്യമാകുന്ന ഒരു നില ഉണ്ടാകണം. അതിന് സംസ്ഥാന സർക്കാർ എല്ലാവിധ പിന്തുണയും നൽകുമെന്ന കാര്യം ശ്രദ്ധയപ്പെടും. പദ്ധതി പൂർത്തീകരിക്കണം. അപ്പോൾ പദ്ധതി പൂർത്തീകരിക്കാൻ എന്തൊക്കെ ചെയ്യാനാകും, എപ്പോൾ പൂർത്തീകരിക്കാനാകും, സ്റ്റേറ്റ് ഗവൺമെൻറ് അതിൽ ഇനി എന്തൊക്കെ സഹായമാണ് ചെയ്യേണ്ടത്, ഇതൊക്കെ ചർച്ച ചെയ്യും. ബൽറാം നെടുങ്ങാടിയുണ്ട് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. ബൽറാം, കൂടിക്കാഴ്ച തുടരുകയാണോ? വിവരങ്ങൾ ബൽറാം. ഉന്മേഷ്, ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായി കേരളത്തിൽ നിന്നും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘത്തിന്റെ കൂടിക്കാഴ്ച ഇപ്പോഴും തുടരുകയാണ്. ഏതാണ്ട് 50 മിനിറ്റോളമായി ഇപ്പോൾ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം സ്ഥിതി ചെയ്യുന്ന ട്രാൻസ്പോർട്ട് ഭവനിലെ കോൺഫറൻസ് റൂമിൽ ഈ കൂടിക്കാഴ്ച തുടരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഒപ്പം തന്നെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ്, ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി KV തോമസ്, കൂടാതെ ചീഫ് സെക്രട്ടറി A ജയതിലക് അടക്കമുള്ളവരുടെ സംഘമാണ് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. പ്രധാനമായും ദേശീയപാത 66-ലുണ്ടായ തകർച്ചയുടെ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ കൂടിക്കാഴ്ച. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ടും ഏറെ നിർണായകമാണ് ഇന്ന് നടക്കുന്ന ചർച്ചകൾ എന്നുള്ളത്. ദേശീയപാത 66-മായി ബന്ധപ്പെട്ട 2 വിഷയങ്ങളാണ് ഇന്ന് ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകുന്നത്. ഒന്ന്, ഈ ദേശീയപാത തകർന്ന സംഭവം. അതിൽ നേരത്തെ തന്നെ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിൽ ആശയവിനിമയം നടത്തുകയും പാത തകർന്ന സംഭവത്തിൽ കേന്ദ്ര സർക്കാർ നടപടിയെടുക്കുകയും ചെയ്തിരുന്നു. ഈ കരാർ കമ്പനിയെ 1 വർഷത്തേക്ക് ഡീബാർ ചെയ്യുകയും ഒപ്പം തന്നെ ഇതിൻ്റെ ഉത്തരവാദിത്തമുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുന്നതും സർവീസിൽ നിന്നും പുറത്താക്കുന്നതുമായ നടപടികളുണ്ടായി. കൂടാതെ ഈ തകർന്ന ഭാഗത്തെ പാലത്തിൻ്റെ നിർമ്മാണം അത് ഈ കരാറുകാരന് അതിൻ്റെ മുഴുവൻ ചെലവും വഹിക്കണം എന്നുള്ള നിർദ്ദേശവും കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം നൽകിയിട്ടുണ്ട്. കൂടാതെ NHAIയുടെ 2 വിദഗ്ധ സംഘങ്ങൾ ഈ സ്ഥലവും മറ്റ് ദേശീയപാത പദ്ധതികളും പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള നിർദ്ദേശവും നിലനിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും ഈ ദേശീയപാത തകർന്ന വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് എന്താണ് മുന്നോട്ട് വയ്ക്കാനുള്ള ബദൽ നിർദ്ദേശങ്ങൾ എന്നുള്ള കാര്യം ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ സംസ്ഥാന സർക്കാർ അറിയിക്കും. പ്രധാനമായും നിലവിലിപ്പോൾ ഈ തകർന്ന ഇടത്ത് പാലം നിർമ്മിക്കണം എന്നുള്ളതാണ് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. അത് തന്നെയാണ് ദേശീയപാത അതോറിറ്റി മാധ്യമങ്ങളെ അറിയിപ്പിലും വ്യക്തമാക്കുന്നത്. ഇപ്പോൾ കൂടിക്കാഴ്ച ഉന്മേഷ് ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം കൂടിക്കാഴ്ച പൂർത്തിയാക്കി പുറത്തേക്ക് ഇറങ്ങും എന്നാണ് നമുക്ക് ഇവിടെ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ദേശീയപാത 66-ന്റെ ഈ തകർച്ചയുമായി ബന്ധപ്പെട്ടുള്ള സംസ്ഥാനത്തിന്റെ ആശങ്ക അറിയിക്കുക, തുടർന്ന് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എന്ത് നടപടികൾ കൈക്കൊള്ളണം എന്നതുമായി ബന്ധപ്പെട്ടുള്ള സംസ്ഥാനത്തിന്റെ നിർദ്ദേശം കേന്ദ്ര സർക്കാരിനെ അറിയിക്കുക. ഇതോടൊപ്പം തന്നെയാണ് സമയബന്ധിതമായി ദേശീയപാത പദ്ധതി പൂർത്തിയാക്കണം എന്നുള്ള ഒരു ആവശ്യവും സംസ്ഥാനത്തിന് ഉണ്ട്. ഈ ഒരു സാമ്പത്തിക വർഷത്തിൽ തന്നെ ദേശീയപാത 66-ന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കണം എന്നുള്ളതാണ് സംസ്ഥാനത്തിന്റെ ആഗ്രഹം. അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വപ്ന പദ്ധതിയാണ് ദേശീയപാത 66. അതുകൊണ്ട് തന്നെ സമയബന്ധിതമായി അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കണമെന്ന സംസ്ഥാനത്തിന്റെ വികാരം അത് ഈ കൂടിക്കാഴ്ചയിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെ അറിയിക്കും. ഇതോടൊപ്പം കേരളത്തിലെ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട മറ്റ് ചില പുതിയ പദ്ധതികളും ഈ കൂടിക്കാഴ്ചയിൽ ഉന്നയിക്കും എന്ന് മന്ത്രി PM മുഹമ്മദ് റിയാസ് കൂടിക്കാഴ്ചയ്ക്ക് മുമ്പായി വ്യക്തമാക്കിയിട്ടുണ്ട്. കേരളത്തിൻ്റെ ഈ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ ചില ചർച്ചകൾ ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് മന്ത്രിമാർ അടക്കമുള്ളവർ ഈ കൂടിക്കാഴ്ചയ്ക്ക് മുമ്പായി വ്യക്തമാക്കിയിരിക്കുന്നത്. ദേശീയപാത
66 സംബന്ധിച്ചിടത്തോളം ജനങ്ങളിൽ വലിയ തോതിലുള്ള ആശങ്ക പങ്കുവച്ചിരുന്നു. ദേശീയപാത തകരാൻ ഇടയായ സാഹചര്യത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് ഇത്തരത്തിൽ ഒരു തകർച്ചയുണ്ടായത്. അത് ജനങ്ങളുടെ ആശങ്ക, മുന്നറിയിപ്പുകളെല്ലാം തന്നെ ഈ സംഭവത്തിൽ ഉണ്ടായിരുന്നു. ഈ അപകടം അല്ലെങ്കിൽ തകർച്ച ഉണ്ടായ ഇടങ്ങളിലെ മണ്ണിന്റെ പരിശോധന പോലും നടത്തിയില്ല എന്നുള്ളതായിരുന്നു വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽക്കാൻ ഇടയായ ഒരു സംഭവമാണ്. കൂടാതെ മറ്റിടങ്ങളിൽ പോലും ഇത്തരത്തിലൊരു തകർച്ചയുണ്ടാകുമ്പോൾ അത് ജനങ്ങളിൽ ആശങ്ക പടർത്താൻ ഇടയാക്കുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ട്. ഇതെല്ലാം പരിഹരിക്കാൻ എന്തെല്ലാം നടപടികൾ സ്വീകരിക്കണം എന്നുള്ളത് തന്നെയാണ് ഈ കൂടിക്കാഴ്ചയിലെ പ്രധാനമായ ഒരു ചർച്ചാ വിഷയമായി ഉയർന്നു വരുന്ന കാര്യം എന്നുള്ളത്. ഇക്കാര്യത്തിൽ നിലവിൽ തന്നെ ദേശീയപാത അതോറിറ്റിയും കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയവും ആവശ്യമായ നടപടികൾ കൈക്കൊണ്ടിരുന്നു. ഈ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെയും കരാർ കമ്പനിക്കെതിരെയും നടപടികൾ എടുത്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എന്ത് നടപടികൾ സ്വീകരിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഈ കൂടിക്കാഴ്ചയിൽ ചർച്ച ഉണ്ടാകും. കൂടിക്കാഴ്ച ഇപ്പോൾ ഏതാണ്ട് 55 മിനിറ്റോളം പിന്നിട്ടിരിക്കുന്നു. 1 മണിക്കായിരുന്നു കൂടിക്കാഴ്ച നിശ്ചയിച്ചിരുന്നത്. നേരത്തെ തന്നെ മുഖ്യമന്ത്രി അടക്കമുള്ള സംഘം എത്തുകയായിരുന്നു. എന്നാൽ പിന്നീട് നേരത്തെ നിശ്ചയിച്ച ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്തയുമായി ഒരു കൂടിക്കാഴ്ച കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി നിശ്ചയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയെ കണ്ട ഉടൻ തന്നെ ഡൽഹിയുടെ യോഗത്തിൽ പങ്കെടുക്കാൻ അദ്ദേഹം പോവുകയായിരുന്നു. ഏതാണ്ട് 20 മിനിറ്റോളം ആ യോഗം നീണ്ടുനിന്ന ശേഷം 1:20 ഈ കൂടിക്കാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിന്റെ പ്രതിനിധി സംഘവും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായുള്ള കൂടിക്കാഴ്ച ആരംഭിച്ചത്. ചർച്ച ഇപ്പോഴും തുടരുകയാണ്. ട്രാൻസ്പോർട്ട് മന്ത്രാലയത്തിലെ ഇപ്പോഴും ചർച്ച തുടരുകയാണ്. അല്പസമയത്തിനകം തന്നെ ചർച്ച പൂർത്തിയാക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ്. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് കേരളം ഏറെ ശ്രദ്ധ പുലർത്തുന്ന ഒരു സംസ്ഥാനമാണ് എന്ന് കേന്ദ്രമന്ത്രി പലതവണ കേരളത്തിന്റെ ദേശീയപാത വികസനത്തിലെ കേരളത്തിന്റെ ഇടപെടലുകളെ പ്രകീർത്തിച്ചിട്ടുണ്ട്. പാർലമെന്റിലും പുറത്തും കൂടിക്കാഴ്ചയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചർച്ചയായി എന്നത് ഔദ്യോഗികമായി തന്നെ ഇനി പുറത്തേക്ക് വരേണ്ടതാണ്. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഒരു പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ. മറ്റൊന്ന്, ഈ പലയിടങ്ങളിലും ഇത്തരത്തിൽ വിള്ളൽ ഉൾപ്പെടെ കാണുന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ ദേശീയപാതയുടെ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാകുമോ എന്നൊരു ചോദ്യമുണ്ട്. മറ്റൊന്ന്, ഈ നിർമ്മാണം പൂർത്തിയാകുന്ന ഇടങ്ങളിലൊക്കെ സമഗ്രമായ ഒരു പരിശോധനയ്ക്ക് സംസ്ഥാനം ആവശ്യപ്പെടുമോ എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങളുണ്ടല്ലോ. ഇതൊക്കെ കൂടിക്കാഴ്ചയിൽ ഉന്നയിച്ച് കാണില്ലേ സംസ്ഥാന സർക്കാർ? തീർച്ചയായും ഉന്മേഷ്, ഈ ദേശീയപാത 66 തകർന്നതിലൂടെ കേരളത്തിലെ ജനങ്ങൾക്കും സർക്കാരിലുമുണ്ടായ ആശങ്കയുണ്ട്. ഇത് തന്നെയാണ് ഈ ഒരു കൂടിക്കാഴ്ചയുടെ പശ്ചാത്തലം എന്നുള്ളത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ സാമ്പത്തിക വർഷത്തിൽ തന്നെ ഈ ദേശീയപാത 66 പദ്ധതി പൂർത്തിയാക്കണം എന്നൊരു ആഗ്രഹം കേരളത്തിനുണ്ട്. അത്തരം ഒരു സമയക്രമത്തിൽ അത് പൂർത്തിയാക്കാൻ കഴിയുന്ന തരത്തിലായിരുന്നു നടപടികൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിരുന്നത്. എന്നാൽ അതിനിടെയാണ് ദേശീയപാത തകരാൻ ഇടയായ സംഭവം. മലപ്പുറത്ത് കുര്യാട് അടക്കം ഗുരുതരമായ രീതിയിൽ ദേശീയപാത തകരുന്ന സംഭവം ഉണ്ടാവുകയും അത് വലിയ തോതിൽ പ്രതിസന്ധിയിലേക്ക് സർക്കാരിനെ, പ്രത്യേകിച്ചും സംസ്ഥാന സർക്കാരിനെതിരെ പോലും ആരോപണങ്ങൾ, രാഷ്ട്രീയ ആരോപണങ്ങൾ ഈ വിഷയത്തിൽ ഉയർന്നിട്ടുണ്ട്. ഇതെല്ലാം ഈ സാഹചര്യങ്ങളുടെ ഗൗരവം വർദ്ധിക്കുന്നു. അതുകൊണ്ട് തന്നെ നിലവിലുള്ള ദേശീയപാത പദ്ധതികളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉറപ്പ് അത് അടക്കമുള്ള പരിശോധിക്കുന്നതിനായി വിദഗ്ധ സമിതിയെ, 4 അംഗ വിദഗ്ധ സമിതിയെ രൂപീകരിച്ചിട്ടുണ്ട്. ദേശീയപാത തകർന്ന സംഭവത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ ഈ റിപ്പോർട്ടുകൾ പുറത്തു വന്ന അന്ന് തന്നെ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം 3 അംഗ വിദഗ്ധ സമിതിയെ ഇത് പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനായി ചുമതലപ്പെടുത്തിയിരുന്നു. സമിതി സ്ഥലത്തെത്തി, സമിതിയിലെ 2 അംഗങ്ങൾ സ്ഥലത്തെത്തി റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. പരിശോധിച്ച ശേഷം ആ റിപ്പോർട്ടിൽ പ്രധാനമായും ദേശീയപാതയുടെ നിർമ്മാണത്തിൽ നടപടിക്രമങ്ങൾ ചിലത് പാലിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ജലാംശമുള്ള മണ്ണുള്ള സ്ഥലത്ത്, ഉറപ്പില്ലാത്ത മണ്ണുള്ള ഇടങ്ങളിലെല്ലാം മണ്ണിന്റെ ഗുണപരിശോധന നടത്തണമെന്നും അതിനനുസൃതമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തണം എന്നുള്ളതാണ്. ഇതൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിൽ വ്യക്തമാകുന്നുണ്ട്. ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകുമെന്ന ഉറപ്പാണ്. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മന്ത്രിമാരുടെ പ്രതികരണങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശരി ബൽറാം, ആ പ്രതികരണങ്ങളിലേക്ക് നമ്മൾ എത്തുകയും ചെയ്യും. അത് ഉണ്ടാകുന്ന സമയത്ത് ബൽറാം നെടുങ്ങാടിയാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.